കരിസ്മാറ്റിക്കാരുടെ കാര്യം പറഞ്ഞല്ലോ, കരിസ്മാറ്റിക് വോട്ട് ബന്ധികോസാകും. അതെ, പറഞ്ഞതുപോലെ കൂട്ടായ്മ വോട്ട് അങ്ങനെ ആ കൂട്ടത്തിൽ ആഭരണം ഊരുക എന്നൊരു വ്യവസ്ഥ ഇല്ലായിരുന്നെങ്കിൽ എല്ലാം ബന്ധികോസിലായെന്ന്. സഹോദരിമാരാണല്ലോ. അതെ അതെ അതെ. നമ്മളെ ഈ ചരിത്രത്തിൽ നമ്മൾ ചെയ്തൊരു അബദ്ധമായിട്ട് തോന്നുന്നുണ്ട് ഇപ്പോഴും. വലിയ അബദ്ധമായിരുന്നു, വലിയൊരു അബദ്ധമാണ്. നല്ല ഉദ്ദേശത്തിൽ ചെയ്തത്, പക്ഷെ അത് ഒരുപാട് ആളുകൾ മുമ്പോട്ട് വരാൻ തക്കവണ്ണം തടസ്സമായി തീർന്നു. നമ്മളെ ഒരു കൾട്ടായിട്ട് കാണുകയും ചെയ്തു അല്ലേ. കൾച്ചറൽ പ്രശ്നം മാത്രമല്ല, അപ്പോസ്തലിക ഉപദേശത്തിലൊന്നും ഇതില്ലല്ലോ. ആഭരണം ഒരു വിഷയമല്ല. പത്രോസ് ആഭരണം ഊരിച്ചെന്ന് പറയുന്നില്ലല്ലോ, ഒരിടത്തും പറയുന്നില്ല. ആകെ ഒരു പറയുന്ന വെള്ളി പൊന്നൂലായ 53 വസ്തുക്കൾ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു വിഷയമാണ്, ഒരു വാക്യമാണ്. അങ്ങനത്തെ വാക്യമൊക്കെ എടുത്താ സ്ഥാപിക്കുന്നു. എന്നെ പിടികൂടിയായിരുന്നു. ഞാൻ ഇങ്ങനെ ഇവരുടെ ഇടയിൽ പോയി പ്രസംഗിക്കുന്നു പറഞ്ഞ് കൗൺസിൽ വിചാരണയ്ക്ക് ജനറൽ കൗൺസിലിന്റെ TC മാത്യു അവതരിപ്പിച്ച്, പ്രൊഫസർ TC മാത്യു. ഞാനില്ല, ഞാൻ അന്നുമായിട്ട് കൺവെൻഷൻ പ്രസംഗിക്കേണ്ട ആളാ. അതുകൊണ്ട് ഞാൻ നേരത്തെ അങ്ങ് പോയി. പ്രസംഗം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോ തന്നെ പുള്ളി ഇതെടുത്തിട്ടു. ഇവര് ചോദിച്ച കേസ് കൊണ്ട് ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ അവര് 3 പേരെ തീരുമാനിച്ചു എന്നോട് സംസാരിക്കാനായിട്ട്. നമ്മൾ PM വരുമ്പോ ഒന്ന് PK ചാക്കോ, മറ്റൊന്ന് ഇയാള് ആ ബഹറിലെ TT ജോസഫ്. അന്ന് സംസാരിക്കേണ്ട, അന്ന് പ്രസംഗമല്ലേ, അടുത്ത ദിവസം എന്ന് പറഞ്ഞു. വെള്ളിയാഴ്ച പ്രസംഗം. ശനിയാഴ്ച ആയപ്പോ മുറിയിൽ കുമ്പനാട് കൺവെൻഷൻ ടൈം PK ചാക്കോയുടെ മുറി വെച്ചാ PK ചാക്കോണ്ട് വിചാരണ നടത്തുക. അവിടെ പുള്ളി PM വന്ന് അവിടെ ഒരു കട്ടിലുണ്ട്, അവിടെ കയറി കിടക്കുക. വർത്താനം പറയുന്നുണ്ട് കിടന്നുകൊണ്ട്. ഞാൻ ആ കട്ടിലിട്ട് തന്നെ ഇരിക്കുക. കസേരയിട്ട് ഇവരെല്ലാം ഇരിപ്പുണ്ട്. ജോർജ് ഓറീസും ഉണ്ട്. ഞാൻ പറഞ്ഞു, IPC സഭ എന്താണ് ഇതിൽ വിശ്വസിക്കുന്ന ആ വിശ്വാസം എനിക്കുള്ളത്, വ്യത്യാസമില്ല. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. നിങ്ങളിപ്പം വികാസങ്ങളാകുമ്പോൾ തീർത്തു തരാമല്ലോ. ആഭരണം ഉപയോഗിക്കരുതെന്ന് പുതുനിയമത്തിൽ എവിടെയെങ്കിലും കൽപ്പനയുണ്ടോ? അന്ന് ജോർജ് ഓറീസ് റൈസായി. ഇത്ര നാട്ട് അറിയത്തില്ലല്ലേ, ഇസ്രായേൽ മക്കൾ അവിടെ ആഭരണം പറഞ്ഞെടുത്ത് ഞാൻ വീണ്ടും പറഞ്ഞു, എവിടെയെങ്കിലും ഒരു തെളിവ് തരാനുണ്ടോ പുതുനിയമത്തിൽ നിന്ന്? മനസ്സിലായില്ലേ? വേറൊരിടത്ത് വാക്യം പഴയത്തിലൊരു വാക്യ ഏതാണ്ട് കരിവരാത്തിന്റെ കുഴിച്ചിട്ടൊന്നും പറഞ്ഞു. പുള്ളിക്ക് പിടികിട്ടുന്നില്ല. പുതിയ നിയമം എന്ന് പറയുന്നത് മാത്രം പുള്ളിയുടെ ബൈബിൾ എന്നുള്ള ചിന്ത. ഉടനെ PK ചാക്കോ പറഞ്ഞു, പൊടിക്കുഞ്ഞെ KC1 പറയുന്ന മനസ്സിലാകുന്നില്ല പൊടിക്കുഞ്ഞിന്. പുതിയ നിയമത്തിലൊരു വാക്യമുണ്ടോ എന്നാ ചോദിച്ചത്. അവരെത്ര കിട്ടിയില്ല, ഏതാ വേർപെട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആഭരണമാണെന്ന് അവിടെ എഴുതിയിട്ടില്ലല്ലോ. അന്ന് വരെ എന്റെ വിശ്വാസം അതാണ്. പക്ഷെ പാസ്റ്റർ KC ജോൺ എന്തുകൊണ്ട് അതിനു വേണ്ടി നിന്നില്ല? അതായത് അതിനുവേണ്ടി നിന്നില്ലെന്ന് പറഞ്ഞാൽ ആളുകളുടെ ഇമോഷണലായിട്ടുള്ള തിങ്കിങ് അങ്ങനല്ല. പൊതുവികാരം നമുക്കെതിരെ എന്റെ വലിയ സ്ഥാനപ്പെട്ടപ്പോ ആ അപ്പച്ചനെ അടിച്ചടിച്ച് അത് ചെയ്ത ആഭരണ ഊരിയന് എല്ലാവരും ഒത്തിരി കഷ്ടം സഹിച്ചത്. അതാണ് ഇമോഷണൽ ഫീലിംഗാ. അവിടെ നമ്മൾ അതേവല്ലം കരുത്തോട്ടെങ്കിൽ വിശ്വാസത്തിന് വേണ്ടി വില കൊടുക്കാൻ ഒരു വൈകാരികമായിരുന്നത്. സത്യത്തില് എന്റെ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി, ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല ഇത് വന്നത് സത്യത്തിൽ ഈ ബ്രദറൻ പിന്തുടർച്ചയായിട്ട് നമുക്ക് ബ്രദറുകാർക്ക് അത് കിട്ടിയത് യൂസ്തുസ് ജോസഫിൽ നിന്നാണ്. പിന്നെ യൂസ്തുസ് ജോസഫ് ഇപ്പൊ അതൊരു വലിയ വിവാദം, പാട്ടൊക്കെ വിവാദമായ കാലഘട്ടം. അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതായത് യൂസ്തുസ് ജോസഫ് ഈ കർത്താവ് വരും, ഇപ്പൊ വരുമെന്നും പറഞ്ഞ് 5 വർഷത്തെ കാലാവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഈ ആളുകളെല്ലാം അവരുടെ വസ്തുവകകൾ വിറ്റ് ആഭരണങ്ങൾ ഊരി ഇദ്ദേഹത്തിന്റെ കാൽക്കൽ കൊണ്ടുവച്ചു. കർത്താവ് ഇട്ട് വന്നു ഇല്ല, ഇവരിതെല്ലാം എടുത്തിട്ട് ഭക്ഷണമെല്ലാം കഴിച്ച് ഇവർ ഭയങ്കര ദാരിദ്ര്യത്തിലൊക്കെ ആയി. പിന്നെ ഇവർക്ക് ആഭരണം വാങ്ങാൻ സംവിധാനം ഒന്നും ഇല്ലായിരുന്നു. പിന്നുണ്ടായിരുന്നവര് ആഭരണം ഇല്ലാതെയാണ്. നിരാഭരണത്വം അവരുടെ മതത്തിന്റെ യൂയോമയ സഭയുടെ ഒരു ഉപദേശമാക്കി മാറ്റി.
പിന്നീടാണ് ഈ ബ്രദറൻ ആശയങ്ങളിലേക്ക് ഇത് വന്നപ്പം അവരതിന്റെ ഒരു പിന്തുടർച്ചക്കാരായി മാറി. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇപ്പം പ്രത്യക്ഷ രക്ഷാദൈവ സഭക്കാർക്ക് ആഭരണം ഇല്ലെന്ന് തോന്നുന്നല്ലേ? അത് ഇല്ല. PRDS അവർക്കും ഇല്ല. അപ്പൊ ഈ നിരാഭരണം ഒരു മതവിശ്വാസമാക്കി കളഞ്ഞു നമ്മള്. അത് നിയർ ക്രിസ്ത്യാനിറ്റി മാറിക്കളഞ്ഞത്. ന്യൂ ടെസ്റ്റമെന്റിൽ തെളിയിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. തെറ്റായ വാക്യങ്ങൾ അതിന് പറയുന്നത് നമ്മൾ ചോദിച്ചാൽ. അതെ, ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അതിന്റെ ഒരു പ്രചാരകനായി നടക്കുന്ന ആളായിരുന്നു നമ്മുടെ കോഴഞ്ചേരി മോനച്ചൻ. ഗൾഫിലൊക്കെ സൗദി അറേബ്യയിലൊക്കെ സ്പെഷ്യലിസ്റ്റ് വേണ്ടി ക്ലാസ്സുകൾ എടുക്കുന്ന ആളായിരുന്നു. അപ്പൊ ഞാന് പുള്ളിയോട് പറഞ്ഞ പുള്ളി വല്ലയിടത്തൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യം സ്നേഹത്തോട് ചോദിക്കുക, ഇതൊന്നും പ്രസിദ്ധപ്പെടുത്തണ്ട, എനിക്ക് കറക്റ്റ് അറിയാനാണ് നിങ്ങളെങ്ങനെ ഏത് രീതിയിൽ അത് പഠിപ്പിക്കുന്നു. ബുദ്ധിമുട്ടിലെ വാക്യം ഉണ്ടെന്ന് ചോദിച്ചിട്ടാണ്. പിന്നെ അവിടെ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു പറഞ്ഞൊരു വാക്യമുണ്ട്, അപ്പം നിറയ്ക്കുകയും നോക്കി ഉപദേശത്തിനകത്തുള്ള. ഞാൻ പറഞ്ഞത് ഉണ്ടെന്ന് പാസ്റ്റർ പറയുന്നല്ലേ ഉള്ളു, അവിടെ എഴുതിയിട്ടില്ലല്ലോ. എവിടെയെങ്കിലും പറഞ്ഞു, പൊന്ന് ദൈവത്തിന് പിണക്ക പുതിയ നിയമസഭയിൽ ആരെങ്കിലും പൊന്ന് ഉപയോഗിക്കുന്നു. പഴയ നിയമത്തിലാണെങ്കിൽ അവരുടെ പണികൾക്കെല്ലാം പൊന്ന് വേണമായിരുന്നു. പുതിയ നിയമത്തിൽ പൊന്ന് വെള്ളി മുതലായ സാധനങ്ങൾ പാടില്ല എന്ന് വെച്ച് പ്ലാസ്റ്റിക്കോ മാറിയിട്ടാൽ അവരോട് പൊന്നോടുപോയില്ല. പൊന്നിനോടുള്ള വിരോധം. പക്ഷെ പാടാറുണ്ടെന്നോ അവിടെ പൊന്മണി മാലയവൻ എനിക്ക് തരും. അവിടെ ചെല്ലുമ്പോ അവരുടെ തങ്കത്തെരുവ് പോലെ. പക്ഷെ അതുകൊണ്ട് നമുക്കൊരു വലിയ അപജയം വന്നു. നമ്മൾ നിയർ ക്രിസ്ത്യാനിറ്റി മുഖ്യധാരയിൽ നിന്ന് മാറേണ്ടി വന്നു. നമ്മളെ തെറ്റിദ്ധരിച്ചു, നമ്മൾ ഐസൊലേറ്റ് ചെയ്യപ്പെട്ടു. അല്ല, ഒരുപാട് ആളുകൾ മുമ്പോട്ട് വരാനിരുന്ന ആളുകൾ ഈ ഒരൊറ്റ കടമ്പ കൊണ്ട് മാറിയില്ല. വേർപാട് എന്ന് പറയുന്നത് ഇതാണെന്ന് തെറ്റിദ്ധരിച്ചു. പാപത്തിൽ നിന്നുള്ള വേർപാട് എന്നതിനേക്കാൾ ഉപരി ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണെന്ന് വന്നു. അതൊരു വലിയ സങ്കടമാണ്. ന്യൂ ജനറേഷൻ സഭകൾ തുടങ്ങാനും ഒരു പ്രചോദനമായത് ഇങ്ങനെയുള്ളതാണ്. ദേവനാമം മഹത്വപ്പെടുമാറാട്ടെ. വീണ്ടും വരുന്നവനായി നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ വീണ്ടും ഒരു കൂട്ടായ്മയിൽ കർത്താവ് നമ്മുടെ സാന്നിധ്യം, കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാൻ തക്കവണ്ണം കർത്താവ് കൃപ നൽകിയത് ഓർത്തുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ ആയിരിക്കാം. അവൻ്റെ സാന്നിധ്യം ഞാൻ ഒരു നാൾ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല, ലോകാവസ്ഥാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടിയിരിക്കും എന്ന് വാഗ്ദത്തം നൽകിയവൻ വ്യക്തിപരമായിട്ടും അവൻ്റെ കൂട്ടായ്മയായിട്ടും അവൻ്റെ ശരീരം വന്ന സഭയ്ക്ക് അല്ലെങ്കിൽ അവൻ്റെ ശിഷ്യത്വം പ്രാപിക്കുന്നവർക്ക് നൽകിയിരിക്കുന്ന ഒരു പ്രോമിസാണ്. എങ്ങനെ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനായിട്ട്. ഞാൻ ഇവിടേക്ക് പറയാറുണ്ടല്ലോ, സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരമെന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ളതാകട്ടെ ഭൂമിയിലോട്ട് ഉള്ളതാകട്ടെ എന്തിനേയും എന്തും ചെയ്യുവാനുള്ള അധികാരമുള്ളവനായിട്ടാണ് നമ്മുടെ തലയായിരിക്കുന്ന കർത്താവ്. 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവിടെ മധ്യത്തിലുണ്ടാകുമെന്ന് വാഗ്ദത്തം നൽകിയിരിക്കുന്നത്. അവൻ തന്നെയാണ് നമ്മുടെ ജ്ഞാനം, അവനാണ് നമ്മുടെ ഫലം, അവനാണ് നമ്മുടെ നീതീകരണം, അവനാണ് നമ്മുടെ വീണ്ടെടുപ്പ്. ഇന്ന് കുറച്ച് പ്രത്യേകമായൊരു വിഷയങ്ങൾ സംസാരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. റിലേഷൻ ഓഫ് ചർച്ച്, റിലേഷൻ ഓഫ് ക്രൈസ്റ്റ് ടു ചർച്ച് എന്ന വിഷയത്തിൽ ഏകദേശം 10-78 ക്ലാസ്സുകളായി നമ്മൾ ചിന്തിക്കുന്നത്. അതിനകത്ത് പലതും നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. അത്യാവശ്യമായ കാര്യങ്ങൾ മാത്രമേ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു 4-5 ക്ലാസ്സുകളായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഒടുവിൽ എന്നത് കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുന്നതിന് തടസ്സമായിരിക്കുന്ന വിഷയങ്ങൾ എന്താണ്, കർത്താവിൻ്റെ സഭയെക്കുറിച്ചുള്ള ലക്ഷ്യം എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നു. ആമേൻ. സഭയെക്കുറിച്ച് പറയുന്നത് ഉത്തമഗീതത്തിൽ എൻ്റെ കാന്ത, എൻ്റെ സഹോദരി, എൻ്റെ കാന്ത കെട്ടിയടച്ചിരിക്കുന്ന തോട്ടം, അടച്ചിരിക്കുന്ന നീരുറവ്, മുദ്രയിട്ടിരിക്കുന്ന കിണർ. അപ്പോൾ ഈ നീരുറവ് അടച്ചിരിക്കുന്നു പറയുമ്പോൾ മറ്റ് സ്ട്രീംസ് ഒന്നും അതിലേക്ക് കടന്നു വരാതെ വണ്ണം ഇതിൻ്റെ ഉടയവനായവൻ, മാസ്റ്ററായിരിക്കുന്നവനെ അടച്ചു സൂക്ഷിക്കുന്നതാണ്. അത്തരത്തില് അഥവാ ഈ മെയിൻ ആ സ്ട്രീമിൽ, അതായത് അടച്ചിരിക്കുന്ന നീരുറവ എന്ന് പറഞ്ഞാൽ നല്ല മലയാളം അറിയുന്നവർക്ക് അറിയാം, വെൽ അല്ലെങ്കിൽ സ്ട്രീം, ഹല്ലേലൂയ, അത് അടച്ചിരിക്കുന്നതാണ്. ഈ ലോകത്തിന്റെ ജ്ഞാനമോ ദുഷ്ടാത്മാവിൽ നിന്നുള്ളതോ വ്യാജത്തിൽ നിന്നുള്ളതോ ഒന്നും തന്നെ ഇതിലേക്ക് വരാതെ വേണം
തന്റെ കാന്തയായിരിക്കുന്ന തന്റെ ശരീരമായിരിക്കുന്ന സഭയ്ക്ക് കൊടുക്കുന്ന മെസ്സേജുകളില് അല്ലെങ്കിൽ തന്റെ ശരീരത്തെ പണിതെടുക്കുന്ന കാര്യത്തില് പുറമേ നിന്നുള്ളതൊന്നും തന്നെ പ്രവേശിക്കാതിരിക്കത്തക്കവണ്ണം കെട്ടി അടച്ചിരിക്കുന്നതാണ്. ഇതിന്റെ ശുശ്രൂഷകന്മാരിൽ കൂടെ തന്നെയാണ് കർത്താവ് ഇക്കാര്യം ചെയ്യുന്നത്. ആദിമസഭയിൽ 1-ാമത്തെ നൂറ്റാണ്ടിൽ ഗലാത്യ സഭയ്ക്കകത്ത് കൊണ്ട് സ്തോത്രം ജുഡൈസത്തിൻ്റെതായ രീതികൾ കടന്നു വന്നു. മോശയുടെ ന്യായപ്രമാണം കൂടെ ആചരിച്ചാൽ മാത്രമേ രക്ഷ പ്രാപിക്കാൻ സാധിക്കുകയുള്ളെന്ന് കൃപയാലുള്ള രക്ഷയ്ക്ക് എതിരായിക്കൊണ്ട് ഉപദേശം കടന്നു വന്നപ്പോൾ, അല്ലെങ്കിൽ ഗ്നോസിസം വരെ കടന്നു വന്നപ്പോഴൊക്കെ അപ്പസ്തോലന്മാര് ശക്തമായിട്ട് അതിനെ എതിർത്തു. അതിന്റെ ബേസിസ് എന്താണ്? തന്റെ കാന്ത എന്ന് പറയുന്നത്, തന്റെ ശരീരമാണ് സഭ എന്ന് പറയുന്നത് കെട്ടി അടച്ചിരിക്കുന്ന തോട്ടമാണ്, അടച്ചിരിക്കുന്ന നീരുറവയാണ്, മുദ്രയിട്ടിരിക്കുന്ന കിണറാണ്. അപ്പോൾ ഈ അടച്ചിരിക്കുന്ന നീരുറവയില് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മറ്റു സ്ട്രീമുകള് വേറൊന്നും വന്ന് ഇത് ഡിഫൈൻ ആയി പോകാൻ പാടില്ല. ഇതിന്റെ സൂക്ഷിപ്പുകാരും കൂടെ ഓരോ വ്യക്തികളും അതേപോലെ തന്നെ ശുശ്രൂഷയിൽ നിൽക്കുന്ന ദൈവദാസന്മാരുടെ ഉത്തരവാദിത്വം കൂടെയാണ്. അപ്പൊ ദൈവദാസന്മാര് ചർച്ചിനകത്ത് തന്റെ ശരീരമാകുന്ന ശരീരത്തിനകത്ത് അല്ലെങ്കിൽ സഭയ്ക്കകത്ത് ഈ വ്യാജത്തിന്റെ അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ജ്ഞാനം, ദുഷ്ടാത്മാവിൽ നിന്നുള്ള ജ്ഞാനം കടന്നു വരുമ്പോൾ എങ്ങനെ അതിനെ ഡിഫെൻഡ് ചെയ്യണം, എങ്ങനെയാണ് കടന്നു വരുന്നത് എന്നൊക്കെ വളരെ ശ്രദ്ധയോടെ ജാഗരിച്ച് മനസ്സിലാക്കി തന്റെ ജനത്തെ സൂക്ഷിക്കേണ്ട ഒരു ആവശ്യകതയാണ്. അതിനോട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കഴിഞ്ഞ ഒരു ദിവസം ഒരു വീഡിയോ കാണുവാനിടെ ഞാൻ കേട്ട് ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല, ഇവരൊക്കെ വലിയ പ്രസിദ്ധന്മാരാണ്. അതായത് IPCയുടെ സ്റ്റേറ്റിന്റെ ഹെഡായിരിക്കുന്ന, ഇപ്പൊ അതൊക്കെ പല പല ഡിവിഷൻസ് ആയി, ഇന്റർനാഷണൽ ആയിട്ട് ഒരു ഹെഡാണ് പ്രിയ വത്സൻ സഹോദരൻ, അല്ലെങ്കിൽ സഹോദരൻ എന്ന് പറയാൻ പാടില്ല, റെവറന്റ് വത്സൻ. അയ്യോ അതും പാടില്ല, അയ്യോ പ്രത്യേക പേര് കൊടുക്കണം. മറ്റൊരു റെവറന്റ് ആണ് ഇരിക്കുന്നത്, പാസ്റ്റർ KC ജോൺ. അതിന്റെ അടുത്തിരിക്കുന്ന ഒരാളാണ് ബ്ലൂ കളർ ഇട്ടിരിക്കുന്ന ഷർട്ട് ഇട്ടിരിക്കുന്നതാണ് അല്ലേലി മാഗസിന്റെ എഡിറ്റർ. ഇപ്പുറത്തിരിക്കുന്ന അല്ലേലി മാഗസിന്റെ അച്ചായൻ. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. സ്തോത്രം. അപ്പോൾ നിങ്ങൾ ഇതിന്റെ ഞാൻ വീഡിയോ ക്ലിപ്പ് കേട്ടല്ലോ, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ചില പ്രത്യേക കാര്യങ്ങൾ ഓർപ്പിച്ച് ഇവർക്കൊക്കെ ഒരു സൺഡേ സ്കൂൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ദൈവത്തിന്റെ ആത്മാവിന്റെ ഉദ്ദേശം തന്റെ കാന്തിയായിരിക്കുന്ന സഭയ്ക്കകത്ത്, കെട്ടി അടച്ചിരിക്കുന്ന തോട്ടത്തിനകത്ത്, മുദ്രയിട്ടിരിക്കുന്ന കിണറിനകത്ത്, അടച്ചിരിക്കുന്ന നീരുറവയ്ക്കകത്ത് ഇത്തരം വ്യാജന്മാരിൽ കൂടെ, അയ്യോ വ്യാജന്മാരെന്ന് പറഞ്ഞപ്പോ കേസ് കൊടുക്കാവോ? അതൊരു പ്രവചനത്തിന്റെ പൂർത്തീകരണമാണെന്ന് കൂട്ടിക്കോ. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തില് നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ചിലർ എഴുന്നേൽക്കും. അപ്പൊ പ്രവചനത്തിന്റെ പൂർത്തീകരണമായിരിക്കുമ്പോൾ നമുക്ക് കോടതിയിൽ ചെന്നാൽ പറയാം, ഞങ്ങളുടെ ഇങ്ങനെ വചനത്തില് അപ്പസ്തോലന്മാര് ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്, അത് നടന്നാണെന്ന് പറയാം. സ്തോത്രം. അല്ല, അപ്പൊ നമ്മുടെ അപ്പച്ചൻ ഏകദേശം നല്ല പ്രായമായിട്ട് ഇരിപ്പ് കണ്ടതിനാലും സോഫയിലേക്ക് ആരും കണ്ടുവെക്കല്ലേ, കട്ടിലേക്ക് കണ്ടുവെക്കില്ല, അതൊക്കെ ഇച്ചിരി മാനമേറിയതാണ്. അതുപോലെ അതൊക്കെ ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളാണെന്ന് പറയാം. അപ്പൊ സബ്ജക്റ്റ് എന്താണ്? ആഭരണം എങ്ങനെയാണ് സഭയ്ക്കകത്ത് വന്നത്? അപ്പൊ ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാൻ നോട്ട് ചെയ്തു. പുതിയ നിയമസഭയില് ഇങ്ങനൊരു ഉപദേശമുണ്ടോ, ആഭരണം ഉപയോഗിക്കരുതെന്ന് ഏതെങ്കിലും ഒരു വാക്യമുണ്ടോ എന്നാണ് അപ്പച്ചന്റെ ചോദ്യം. KC ജോൺ, റെവറന്റ് KC ജോൺ, പാസ്റ്റർ KC ജോണിന്റെ ചോദ്യം. അപ്പോ ആദ്യമായിട്ടൊരു സൺഡേ സ്കൂള് ഇവർക്ക് വേണ്ടിയല്ല കേൾക്കുന്ന ഒരു ഗുണി പറയാണ്, എന്താണ് ഈ പുതിയ നിയമം എന്നൊന്ന് മനസ്സിലാക്കണം. പഴയ നിയമത്തെ കുറിച്ച് സ്തോത്രം പുറപ്പാടിന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്, മോശ പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തില് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഈ വചനങ്ങളെ ആധാരമാക്കി സ്തോത്രം യഹോവയായ ദൈവം നിങ്ങളോട് ചെയ്യുന്ന നിയമം എന്നാണ് എഴുതിയിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം അതിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ വായിക്കുന്നേ ഉള്ളൂ. മോശ യഹോവയുടെ വചനങ്ങളൊക്കെ എഴുതി അധികാലത്ത് എഴുന്നേറ്റ് പർവ്വതത്തെ അടിവാരത്ത് ഒരു യാഗപീഠം ഇസ്രായേലിലെ 12 ഗോത്രങ്ങളുടെ സംഖ്യക്കത്തോണം 12 തൂണും പണിതു. അയ്യോ, ഇത് പഴയ നിയമമാണെന്ന് പുതിയ നിയമം എന്ന് പറയല്ലേ, ഞാൻ നിയമത്തെ കുറിച്ച് പറയാൻ പോവുകയാണ് കേട്ടോ. പിന്നെ അവർ ഇസ്രായേൽ മക്കളിൽ ചില ഭാര്യക്കാരെ അയച്ചു. അവർ ഹോമയാഗങ്ങളെ കഴിച്ചു, യഹോവയ്ക്ക് സമാധാനയാഗങ്ങളെ കാളകളെയും അർപ്പിച്ചു. മോശ രക്തത്തിൽ പാതി എടുത്ത് പാത്രങ്ങളിൽ ഒഴിച്ചു, രക്തത്തിൽ പാതി യാഗപീഠത്തിന്മേൽ തെളിച്ചു. അവൻ നിയമപുസ്തകം എടുത്ത് ജനം കേൾക്ക് വായിച്ചു. കേൾക്കണം, ഉടമ്പടി ചെയ്യാൻ പോവാ.
പഴയ നിയമത്തിന്റെ ഉടമ്പടി ചെയ്യാൻ പോവാ. യഹോവ കൽപ്പിച്ചതൊക്കെ ഞങ്ങൾ അനുസരിച്ച് നടക്കുമെന്ന് അവർ പറഞ്ഞു. ഞങ്ങൾ അനുസരിച്ച് നടക്കുമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ മോശ രക്തമെടുത്ത് ജനത്തിന്മേൽ തെളിച്ച് ഈ സകല വചനങ്ങളെ ആധാരമാക്കി. And Moses took the blood and sprinkled it on the people and said, Behold, the blood of the covenant which the Lord has made with you concerning all these words. ഈ വചനങ്ങളെ, സകല വചനങ്ങളെ ആധാരമാക്കി യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ രക്തം ഇതാന്ന് പറഞ്ഞു. നിങ്ങൾക്കിത് പോയിന്റ് മനസ്സിലാക്കിയോ? യഹോവയുടെ കൽപ്പനകൾ മോശയ്ക്ക് പറഞ്ഞു കൊടുത്തു, സ്വന്തം വിരൽ കൊണ്ട് എഴുതി കൊടുത്തുമായ 10 പ്രമാണങ്ങൾ. ഈ പ്രമാണങ്ങളിൽ വായിച്ചു കേൾപ്പിച്ചപ്പോൾ ജനം പറഞ്ഞു, ഞങ്ങൾ ഇതൊക്കെയും അനുസരിച്ച് നടന്നുകൊള്ളാം, ഞങ്ങൾ നടന്നുകൊള്ളാം, നിങ്ങൾ തന്നേച്ചാൽ മതി. ശ്രദ്ധിച്ച് കേൾക്കണം, ഇത് മനസ്സിലാക്കണമെങ്കിൽ. അപ്പോൾ മോശ എന്ത് ചെയ്തു? രക്തമെടുത്ത് ജനത്തിന്മേൽ തെളിച്ചു, പുസ്തകത്തിൽ തെളിച്ചു. ഈ സകല വചനങ്ങൾ അക്കോർഡിംഗ് ടു ദീസ് വേർഡ്സ്, കൺസേണിംഗ് ഓൾ ദീസ് വേർഡ്സ്, ഈ സകല വചനങ്ങളെ ആധാരമാക്കി യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ രക്തം ഇതാന്ന് പറഞ്ഞു. എന്നാൽ പുതിയ നിയമം സ്ഥാപിക്കുന്ന കാര്യത്തിൽ നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം എടുക്കാം. സമയമായപ്പോൾ അപ്പസ്തോലന്മാരുമായി ഭക്ഷണത്തിനിരുന്നു. ആരുമായിട്ട്? അപ്പസ്തോലന്മാരുമായിട്ട്. വേറെ ആരുമില്ല അവിടെ കേട്ടോ. ഈ വാക്കുകൾക്ക് വലിയ വിലയുണ്ട്. സ്തോത്രം. അവൻ അവരോട്, ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പ് ഈ പെസഹ നിങ്ങളോട് കൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു. അത് ദൈവരാജ്യത്തിൽ നിവൃത്തിയാകോളം ഞാൻ ഇനി അത് കഴിക്കയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് വാഴ്ത്തി, ഇത് വാങ്ങി പങ്കിട്ടുകൊള്ളുവീൻ. ദൈവരാജ്യം വരുവോളം ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം ഇന്നു മുതൽ കുടിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവന് തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ നിയമത്തിലെ പുതിയ നിയമമാകുന്നു. ഇവിടെ കണ്ടീഷൻ വല്ലതും പറഞ്ഞു. പഴയ നിയമം സ്ഥാപിച്ച് പറഞ്ഞു, ഈ സകല വചനങ്ങളും ആധാരമാക്കി ഒരു കോൺട്രാക്റ്റ് ആണ്, ഒരു അഗ്രിമെന്റ് ആണ്, ഒരു കവനന്റ് ആണ്. ഒരു നിയമം സ്ഥാപിക്കുന്ന സമയത്ത് പറയുകയാണ്, ഈ സകല വചനം നിങ്ങൾക്ക് എഴുതി തന്നിരിക്കുന്നു, നിങ്ങൾ വായിച്ചു കേട്ട് ഞങ്ങൾ സമ്മതിച്ചു, ഞങ്ങൾ ഈ സകല വചനങ്ങളും അനുസരിച്ച് നടന്നുകൊള്ളാമെന്ന് നിങ്ങളുടെ വാമൊഴിയായി പറഞ്ഞ ഈ വചനങ്ങളെ ആധാരമാക്കി യഹോവയായ ദൈവം നിങ്ങളോട് ചെയ്യുന്ന നിയമം. ഇവിടെ ഈ സകല വചനങ്ങളോ ആധാരമാക്കിയെന്ന് പുതിയ നിയമത്തിൽ ഇങ്ങനെ പറഞ്ഞില്ല. അല്ലെങ്കിൽ 4 സുവിശേഷങ്ങൾ, വേറെ കുറെ സുവിശേഷം ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ മാറ്റിക്കളഞ്ഞു. അന്ന് ഞാൻ ഈ ഭൂമിയിൽ 3.5 വർഷം ശുശ്രൂഷ സമയത്ത് പറഞ്ഞ വചനങ്ങളെ ആധാരമാക്കി എന്ന് പറഞ്ഞില്ല. അല്ല, ഞാൻ അപ്പസ്തോലന്മാരെ അയക്കും, അവർ പറഞ്ഞ വചനങ്ങൾ കൂടെ ആധാരമാക്കി എന്ന് പറഞ്ഞില്ല. ഇപ്പോൾ ദൈവ മക്കൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് എന്താണ് പുതിയ നിയമം, ആരുമായിട്ടാണ് ഈ പുതിയ നിയമം, എന്തുകൊണ്ട് അതിന്റെ ആവശ്യകത വന്ന് ശരിക്കും മനസ്സിലാക്കിയാൽ ഇവന്മാരുടെ ബോഷത്തരം ആദ്യമേ മറയ്ക്കുകയും നിങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ സാധിക്കും. പഴയ നിയമം, ഇസ്രായേൽ ആസ് എ നേഷൻ, ദൈവം തിരഞ്ഞെടുത്ത അബ്രാഹാമിന്റെ സന്തതി എന്ന് വന്ന 12 ഗോത്രം, യാക്കോബിന്റെ 12 ഗോത്രങ്ങളും മരുഭൂമിയിൽ നിന്ന് മിസ്രൈം ദേശത്ത് നിന്ന് വിടിവിച്ചു കൊണ്ടുവന്ന് ഗോരപർവ്വതത്തിന്റെ കീഴിൽ വെച്ച് ചെയ്യുന്ന നിയമമാണ്. അത് ഇസ്രായേലുമായിട്ടുള്ള നിയമം, അവരെ കേൾപ്പിച്ച വചനങ്ങളെ ആധാരമാക്കി ചെയ്ത നിയമമാണ്. ഇവിടെ പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ നിയമത്തിലെ പുതിയ നിയമമാകുന്നു. ഇനി നമുക്ക് മത്തായി സുവിശേഷം 26-ാം അധ്യായം കൂടെ ഒന്ന് വായിച്ചു നോക്കാം. മാത്യു ചാപ്റ്റർ 26. പുളിപ്പില്ലാത്ത അപ്പത്തിന് 1-ാം നാൾ ശിഷ്യന്മാർ യേശുവിന്റെ അടുത്ത് വന്ന്, നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ ഒരുക്കേണ്ടത് എവിടെയെന്ന് ചോദിച്ചു. അതിന് അവൻ പറഞ്ഞു, നിങ്ങൾ നഗരത്തിൽ ഇന്നവന്റെ അടുക്കൽ ചെന്ന് എന്റെ സമയം അടുത്തിരിക്കുന്നു, ഞാൻ ശിഷ്യന്മാരുമായി നിന്റെ അടുക്കൽ പെസഹ കഴിക്കുന്ന ഗുരു പറയുന്നത് പറഞ്ഞു. ശിഷ്യന്മാർ യേശു കൽപ്പിച്ച പോലെ ചെയ്തു. പെസഹ ഒരുക്കി. സന്ധ്യയായപ്പോൾ അവൻ 12 ശിഷ്യന്മാരോട് കൂടെ ഇരുന്നു. വേറെ ആരും ഉണ്ടായിരുന്നില്ല, നിങ്ങൾ ശ്രദ്ധിക്കണം. അവർ ഭക്ഷിക്കുമ്പോൾ അവൻ, നിങ്ങൾ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അത്യന്തം ദുഃഖിച്ചു. ഞാൻ കർത്താവ് എന്ന് ഓരോരുത്തർ പറഞ്ഞു തുടങ്ങി. ആ വാക്യങ്ങൾ അങ്ങ് പോയിട്ട് അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു, വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് എന്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു, എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. ഇവിടെ വല്ല കണ്ടീഷൻ പറഞ്ഞു? ഈ സകല വചനങ്ങളെ ആധാരമാക്കി ഇവിടെ ഒരു ലീഗലിസം സ്ഥാപിക്കുകയാണ് പെന്തിക്കോസ്തിനകത്ത്.
പുതിയ നിയമത്തിൽ ആഭരണം ധരിക്കരുതെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതിനെയാണ് ലീഗലിസം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ പുതിയ നിയമം? ആരുമായിട്ടാണ് പുതിയ നിയമം? അതിന്റെ കണ്ടീഷൻസ് എന്താണ്? എന്തുകൊണ്ട് ഒരു പുതിയ നിയമം സ്ഥാപിക്കേണ്ടി വന്നു? ഇതിന് പറയണമെങ്കിൽ ഏതും തോട്ടം തുടങ്ങിയേ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ സ്ഥിരമായിട്ട് ക്ലാസ്സുകൾ കേൾക്കുന്നവർക്ക് അതറിയാം, നിങ്ങൾക്ക് ബോറടിക്കരുത്. ഒന്നാം മനുഷ്യനായ ആദാമിനെ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു കൽപ്പന കൊടുത്തു, തോട്ടത്തിൽ സകല വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളെ മരിക്കും. ടെസ്റ്റ് ചെയ്ത സമയത്ത് തോട്ടത്തിൽ യാതൊരു വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം ആരിൽ നിന്ന് കടന്നു വന്നു? സേറ്റാനിൽ നിന്ന് കടന്നു വന്നു, പരീക്ഷകളിൽ നിന്ന് കടന്നു വന്നു. അവിടെ ചില മറുപടികളൊക്കെ പറഞ്ഞു. നേരെ ടെസ്റ്റ് ചെയ്ത മരിക്കയില്ല നിശ്ചയം, തിരുനാൾ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നന്മ തിന്മകൾ തിരിച്ചറിവുകളായി ദൈവത്തെ പോലെയാകാം ദൈവം എന്നറിയുന്നു. ആ ഇമോഷൻ, ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആ പുതിയൊരു വാർത്ത വന്നതിൽ കൂടെ ഡെവലപ്പായ ഇമോഷൻ, ഇവരെ സംസാരിച്ചുള്ള ഒരു കാര്യം പറഞ്ഞു, ഈ ആഭരണങ്ങൾ എന്ന് പറയുന്നത് ഇമോഷണൽ ആയിട്ടുണ്ടായ ഒരു കാര്യമാണെന്ന്. അത് തെളിയിക്കാനും കൂടെ പറഞ്ഞു വരുന്നത്. അപ്പൊ ഒരു ഇമോഷൻ അവരെ ഭരിച്ചിരുന്നു. തോട്ടത്തിന് സകല വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിരുനാൾ നിങ്ങൾ മരിക്കും. ആ വാർത്ത ഹൃദയത്തിൽ ഇരിക്കുവോളം, അവിടെ ഇന്റലക്റ്റിൽ ഇരിക്കുവോളം അതിൽ നിന്ന് ഡെവലപ്പ് ആകുന്ന ഒരു ഇമോഷൻ ഉണ്ട്. ഈ നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ മരിക്കും നിശ്ചയം. എന്നാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മറ്റൊരു വാർത്ത വരികയാണ്, ഒരു നോളജ് വരികയാണ്, മരിക്കയില്ല നിശ്ചയം, തിന്നുന്നാൾ നിങ്ങളെ കണ്ണു തുറക്കും, നിങ്ങൾ നന്മ തന്മകളെ കുറിച്ച് അറിവുള്ളവരായി ദൈവത്തെ പോലെയാകും. അപ്പോൾ വേറൊരു ഇമോഷൻ ഡെവലപ്പായി. ഒരു ഇമോഷൻ ഓൾറെഡി ഉണ്ട്, മറ്റൊന്നുമായി. ഉടനെ ആ മനുഷ്യന്റെ മനസ്സാക്ഷി പറയും, ഈ ഇമോഷൻ ഡെവലപ്പ് ആവാൻ കാരണമായി വന്നിരിക്കുന്ന സോഴ്സ് എവിടെ നിന്നാണ്, അതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കും? അത് മനസ്സാക്ഷി അത് വ്യക്തമായിട്ട് വെളിപ്പെടുത്തി മനുഷ്യന്റെ ഫ്രീ വില്ലിലേക്ക് കൊടുക്കും. ഇത് പ്രാണാത്മാവ് ശരീരത്തെ കുറിച്ച് പഠിപ്പിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. മനുഷ്യന് ഇറ്റ്സ് ഓൺ, there is no emotion. അവന്റെ ഹൃദയത്തിലേക്ക്, അവന്റെ ഇന്റലക്റ്റിലേക്ക് കടന്നു വരുന്ന വാർത്തയിൽ നിന്നാണ് ഒരു ഇമോഷൻ ഡെവലപ്പ് ആകുന്നത്. ദൈവം കൊടുത്ത വചനത്തിന്റെ ഇമോഷൻ ഉണ്ടായിരുന്നു. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വേറൊരു ഇമോഷൻ, ഒരു വാർത്ത വന്നപ്പോൾ അതിനോട് കറസ്പോണ്ടന്റ് ആയിട്ടൊരു ഇമോഷൻ ഡെവലപ്പായി. മരിക്കയില്ല നിശ്ചയം, ദൈവം പറയുന്നു മരിക്കും നിശ്ചയം, ഇവിടെ പറയുന്നത് മരിക്കയില്ല നിശ്ചയം, തിന്നുന്ന ആൾ നിങ്ങളുടെ കണ്ണു തുറക്കും, നന്മ തിന്മകൾ തിരിച്ചറിവുകളായി ദൈവത്തെ പോലെയാകാം. ഇതിന്റെ ഇമോഷൻ ഡെവലപ്പായി. മനസാക്ഷി രണ്ടിനെയും വിധിച്ചു. ഫ്രീ വില്ലിലേക്ക് സ്വാതന്ത്ര്യത്തിനോടെ ഡിസിഷൻ എടുക്കാൻ ഫ്രീഡം കൊടുത്തു, നിർബന്ധമില്ല. സ്തോത്രം. ഞാൻ പറയാറുണ്ട്, ദൈവരാജ്യം മോറൽ ലോയിലാണ്, ഫിസിക്കൽ ലോയല്ല, നിർബന്ധിക്കുന്നതല്ല. ഇത്തരത്തില് മെസ്സേജുകൾ വരുമ്പോൾ അതിൽ നിന്ന് ഡെവലപ്പ് ആകുന്ന ഇമോഷൻ നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കുന്നു? നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തരും, ഇത് തെറ്റ്, ഇത് ശരി. ജീവനും മരണം നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുക, നിനക്ക് തിരഞ്ഞെടുക്കാം. സ്ത്രീ ഇതേ പുതിയതായിട്ട് കടന്നു വന്ന ഇമോഷനോട് കൂടെ വൃക്ഷത്തിലേക്ക് നോക്കി, തിന്മാൻ നല്ലത്, കാണുവാൻ നല്ലത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം, പറിച്ചു തിന്നു. ഫിസിക്കൽ ആക്ഷൻ. ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. പിന്നീട് എന്ത് സംഭവിച്ചതൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം. ആ പാപത്തെന്ന വ്യക്തിത്വമാണ് മനുഷ്യനെ ഭരിക്കുന്നത്. റോമാലേഖനം 6-ാം അധ്യായം വളരെ വ്യക്തമായിട്ട് പറയുന്നു, പാപത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതല്. സ്തോത്രം. നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും, സെർവൻസ് ഓഫ് സിൻ, ദ പവർ ഓഫ് സിൻ, നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ചാൽ പാപത്തിന്റെ ദാസ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ ദാസന്മാരായി തീരാം. അപ്പോൾ ഒരു പവർ മനുഷ്യനെ അടക്കി ഭരിക്കുന്ന ഒരു പവറാണ് സിൻ. ആ സിന്നിനാണ് ദൈവം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അപ്പൊ പാപ പ്രവൃത്തി ഒന്ന് വേറെ, പാപം എന്ന പവർ വേറെ. ഇത് ശരിക്കും മനസ്സിലാക്കാൻ പല ക്ലാസ്സുകൾ പറഞ്ഞിട്ടുള്ള ആ പാപത്തിന്റെ ശിക്ഷയാണ് നിയമദാതാവായവൻ സൃഷ്ടിതാവായി തന്നെ മനുഷ്യ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പോലെ ശരീരം പ്രാണൻ ആത്മാവുള്ളവനായി മനുഷ്യനായിട്ട് അവതരിച്ച് മാനവജാതിയുടെ മേൽ കടന്നു വന്ന പാപത്തിന്റെ ശിക്ഷ, ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും ശിക്ഷ തന്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും ഏറ്റെടുത്ത് തന്റെ ശരീരം കൂശിൽ കിടക്കുമ്പോൾ തന്റെ പ്രാണനിലും ആത്മാവ് പാതാളത്തിൽ പോയി മരണം അനുഭവിച്ചു. എബ്രായർ 2:9. സംഗീതത്തിനും
18:4 തുടങ്ങിയ 6 വരെ, 116 സംഗീതത്തിലും 3-ാം വാക്യം, ഹെബ്രായ ലേഖനം 5:7, ഇതൊക്കെ പല പ്രസംഗങ്ങളും പറഞ്ഞിട്ടുള്ളതാണ്. അവനെ മരിച്ചവിടെ നിന്ന്, അപ്പോസ്തലരുടെ പ്രവൃത്തി 2-ാം അധ്യായം, ദൈവം അവനെ മരിച്ചവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണന്മാരെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. അങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിന് ശേഷം പറയുകയാണ്, വിശ്വസിക്കുന്ന ഏവർക്കും അവന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. ഫ്രീ ജസ്റ്റിഫിക്കേഷൻ. ഇതൊക്കെ അനേക ക്ലാസ്സിലെടുത്തോട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. അങ്ങനെ പാപത്തിന്റെ ദാസ്യത്തിൽ നിന്നും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ, ഈ അറ്റോൺമെന്റിൽ വിശ്വസിക്കുന്നവരെ അവൻ സ്തോത്രം ദൈവം ഫ്രീ ആയിട്ട് ജസ്റ്റിഫൈ ചെയ്യുക. അത് പറഞ്ഞു പോയാ പോരെയോ? ഇപ്പോൾ എന്തിനാണ് യേശുവിനെ അകത്ത് സ്വീകരിക്കേണ്ടത്? ഇവിടെയാണ് നിയമം വരാൻ പോകുന്നത്. അപ്പൊ പഴയ നിയമത്തില് ഇസ്രായേൽ പറഞ്ഞു ഞങ്ങൾ അനുസരിച്ച് നടന്നോളാം. പക്ഷെ അവർക്ക് മനസ്സിലായി അകത്ത് വേറൊരുവൻ ഇരിക്കുന്നുണ്ട്. അതാണ് പോള് റോമാലേഖനം 7-ാം അധ്യായം 5-ാം വാക്യത്തെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ന്യായപ്രമാണം പാപരാഗത്തെ ഉളവാക്കി പ്രമാണമില്ലാതിരുന്നപ്പോൾ അകത്ത് സൈലന്റ് ആയിരുന്ന പാപം പ്രമാണം വന്നപ്പോൾ പത്തിയുയർത്തി. മോഹിക്കരുതെന്നൊരു കൽപ്പന ഇല്ലായിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. കൽപ്പനയുടെ ലംഘനമാണ് പാപം. മോഹിക്കരുതെന്ന് കൽപ്പന വന്നപ്പോൾ അകത്തിരുന്ന പാപം എന്ന ശക്തി അവരിൽ മോഹത്തെ ജനിപ്പിച്ചുകൊണ്ട് ലോയെ വയലേറ്റ് ചെയ്തു. ശിക്ഷാർഹരായി തീർന്നു, മരണത്തിന് ശിക്ഷാർഹരായി തീർന്നു. ഇത് പാപം എന്താണെന്നും പാപത്തിന്റെ സ്വഭാവം എന്താണെന്നും പ്രമാണത്തിന് എഗൈൻസ്റ്റ് ആണെന്നും പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇത് മനസ്സിലാക്കിയാൽ ഇവരുടെ മോശത്തെ മനസ്സിലാക്കാനാണ്. അപ്പോൾ ഈ പാപത്തിൽ നിന്ന് ഓവർകം ചെയ്യുക, പാപത്തിന്റെ ശിക്ഷയെ നടപ്പിലാക്കി ഡിവൈൻ ലോഡ്, ഡിവൈൻ ജസ്റ്റിസിന്റെ നെസസിറ്റി ഡിമാൻഡ് പൂർത്തീകരിച്ചു. പാപം ചെയ്ത് ദേഹി മരിച്ചു. മാനവജാതിയുടെ പകരക്കാരനായി താൻ പൂർണ്ണ അനുസരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ പൂർണ്ണ അനുസരണമുള്ളവനായിരുന്നിട്ടും ഡിവൈൻ ഗവൺമെന്റ് അവന് മരണം കൊടുക്കാൻ പാടില്ലാത്ത, എന്നാൽ തന്റെ സ്വതന്ത്ര മനസ്സില് തന്റെ ഫ്രീ വില്ലില് സ്വമേധയ മാനവജാതിയുടെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുക്കാനുള്ള അധികാരം അവനുണ്ട്. അങ്ങനെയാണ് അവൻ പകരക്കാരനായി തീർന്നത്. ഡിവൈൻ ജസ്റ്റിസ് സാറ്റിസ്ഫാക്ഷനായി മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് പറയാണ് വിശ്വസിക്കുന്ന ഏവരും സൗജന്യമായിട്ട് നീതീകരിക്കാം. അടുത്ത കാര്യത്തിലാണ് ഈ നിയമം വരുന്നത്. അപ്പോൾ നമ്മളില് പിന്നെ ഒരു കാര്യമാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പോൾ വിവരിക്കുന്നത്. നമ്മൾ വേറെ ഒരുവനുണ്ട്, ജഡമെന്ന്, ഫ്ലഷ് എന്ന് പറയുന്നവൻ. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുമെങ്കിൽ മരിക്കും നിശ്ചയ. വാക്യം കൂടി കുറച്ച് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 13, റോമൻസ് ചാപ്റ്റർ 8 തുടങ്ങി വായിക്കണം. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികയും ജഡ സ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരെ ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ശ്രദ്ധിക്കണേ വാക്യങ്ങളൊക്കെ. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചെന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ ഉയർപ്പിച്ചവൻ നിങ്ങളെ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെ ജീവിപ്പിക്കും. ആയ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടത് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. പുതിയ നിയമത്തിൽ ആഭരണം ധരിക്കരുതെന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് മാനവജാതിയുടെ രക്ഷയ്ക്ക് കാരണഭൂതനായിട്ടിരിക്കുന്ന ക്രിസ്തുവേശുവിന്റെ അധികാരത്തിൽ ഞാൻ ഉടമ്പടി കൽപ്പനയായിട്ട് പുറപ്പെടുവിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. നീ ആഭരണം ധരിക്കുന്നത്, നീ വസ്ത്രം ധരിക്കുന്നത്, നീ മറ്റുള്ളവരുടെ മുന്നിൽ നടക്കുന്നത്, നിന്റെ ജീവിത രീതികള്, നീ ജഡത്തെയാണോ അനുസരിക്കുന്നെങ്കിൽ നീ ഓൾറെഡി മരിച്ചിരിക്കുകയാണ്. നീ ആഭരണം ധരിക്കരുതെന്നുള്ളത്, ധരിക്കണത് ലീഗലിസം അല്ല പഠിപ്പിക്കുന്നത്. നിന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തോട് ശത്രുത്വമുള്ളത്, ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാത്ത ജഡത്തെയാണ് നീ അനുസരിക്കുന്നെങ്കിൽ നീ മരിക്കും നിശ്ചയം. ഏതൻ തോട്ടത്തിലെ കൽപ്പന നന്മത്തിന്മേലെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ മരിക്കും നിശ്ചയം. പുതിയ നിയമം കുറച്ചും കൂടി കട്ടിയ. ഇപ്പൊ മനസ്സിലായി യുവമാരുടെ വീഴ്ച എവിടെ പറ്റിയിരിക്കുന്നെന്ന്. പുതിയ നിയമം അവിടേക്ക് വന്നില്ല. നിയമം എന്താണെന്ന്. അപ്പോൾ
മനുഷ്യനിൽ ദൈവത്തോട് ശത്രുത്വമുള്ളതും ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാത്തതുമായി ജഡമെന്നുണ്ട്, അതിന്റെ മോഹമുണ്ട്, അതിനനുസരിച്ചാൽ മരിക്കുമെന്ന് നിശ്ചയമെന്ന സ്ഥാനത്ത് ദൈവം പറഞ്ഞിരിക്കുന്നത് പ്രായശ്ചിത്തത്തിൽ വിശ്വസിക്കുന്നതിന് സൗജന്യമായി നീതീകരിച്ചു. ഇനി നിനക്ക് ഏദൻ തോട്ടത്തിലെ ഫസ്റ്റ് കവനന്റിന്റെ പ്രമാണം ബേസിസ് എന്തായിരുന്നു? ഒബീഡിയൻസ്, ഒബീഡിയൻസ്, ഒബീഡിയൻസ് ടു ദ ലോ ഓഫ് ഗാഡ്. പുതിയ നിയമത്തില് ഈ വചനങ്ങളെ ആധാരമാക്കി നിങ്ങളോട് ചെയ്ത നിയമത്തിന്റെ ഉടമ്പടിയുടെ രക്തമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇവിടെയാണ് ആരുമായിട്ടാണ് ഉടമ്പടി എന്ന് മനസ്സിലാക്കേണ്ടത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിന്നിൽ വസിക്കുന്ന ദൈവത്തോട് ശത്രുത്വമുള്ളതും ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാത്തതുമായി ജഡത്തെ ഓവർകം ചെയ്യണമെങ്കിൽ ദൈവം നൽകിയിരിക്കുന്നതാണ് പരിശുദ്ധാത്മാവിനെ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ആത്മാവിനെ. ആ വാക്യത്തിന്റെ തുടർച്ച പറഞ്ഞ ആത്മാവിന് ആ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. സ്തോത്രം. വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവ പൈതലിന് 3 വിധ ശത്രുക്കളാണുള്ളത്. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നു, ലെഫ്റ്റ് സൈഡ് ബോട്ടം ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ്, ദ ഫ്ലഷ് വിത്തിൻ ദ ബിലീവർ. ദ ഫ്ലഷ്, ജഡം, വിശ്വാസിക്ക് അകത്തിരിക്കുന്ന ദൈവത്തോട് ശത്രുത്വമുള്ളതും ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാത്തതും. മറ്റൊന്നാണ് ദ വേൾഡ്, ലോകത്തിനുള്ളിൽ സ്നേഹിക്കരുത്. ലോകത്തെ സ്നേഹിക്കുന്ന ദൈവത്തോട് ശത്രുത്വമുള്ളവരാണ്. മറ്റൊന്നാണ് സാത്താനിക് കിങ്ഡം. ഇത് അനുഭവിക്കാത്തത് കൊണ്ടാണ് ഇവന്മാർക്ക് ഇങ്ങനെ പറ്റിയത്. അയ്യോ, ഇവന്മാരെന്ന് പറയുന്നത് റെവറന്റുമാരാണ്, നാളെ ലെലി മാഗസിനകത്ത് വന്നു കഴിയും. സ്തോത്രം, സ്തോത്രം. അപ്പോൾ പുതിയ നിയമം എന്ന് പറയുന്നത് ചില പ്രത്യേക കൽപ്പനകളെ ആധാരമാക്കിയിട്ടല്ല, നമ്മളിൽ വസിക്കുന്നതായ ജഡത്തെ ഓവർകം ചെയ്യുക, നമ്മുടെ ഹ്യൂമൻ നേച്ചറിനെ ഓവർകം ചെയ്യുക. ഹ്യൂമൻ നേച്ചർ വിത്തൗട്ട് ദ ഹോളി സ്പിരിറ്റ് പറയുന്ന പേരാണ് ഈ ജഡം അല്ലെങ്കിൽ ഫ്ലഷ് എന്നുള്ളത്. ഇതിനെ ഓവർകം ചെയ്യണമെങ്കിൽ നമുക്ക് സഹായകനായിട്ട് ദൈവം നൽകിയിരിക്കുന്നതാണ് പരിശുദ്ധാത്മാവിനെ. പരിശുദ്ധാത്മാവിന്റെ ഓഫീസ് അല്ലെങ്കിൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മളിലെ സ്വയത്തെ വെളിപ്പെടുത്തുകയും അതിനെ ഓവർകം ചെയ്യാൻ തക്കവണ്ണം ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവിനെ നമ്മുടെ സോളിൽ വെളിപ്പെടുത്തുക. എപ്പോൾ? നമ്മുടെ ജഡത്തെ, നമ്മുടെ സ്വയത്തെ ത്യജിപ്പാൻ തയ്യാറാകുമ്പോൾ. ഏത് തോട്ടത്തിൽ സംഭവിച്ചെന്നായിരുന്നു? നമുക്ക് നൽകപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ ആദാമിന് ഹവ്വയ്ക്ക് നൽകപ്പെട്ടിരുന്ന നാച്ചുറൽ എബിലിറ്റി കൊണ്ട് സർവശക്തനായ ദൈവത്തെ ത്യജിച്ചു കളഞ്ഞ് തന്റെ സ്വയത്തെ സ്വീകരിച്ചതാണ് ദൈവത്തെ കൂടാതെ വാഴാം. ഇപ്പോൾ യേശുക്രിസ്തു പറയുന്നത് എന്താ? സ്തോത്രം. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താനെ ത്യജിക്ക്. You have the natural ability to renounce me now with using that same power. നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന നാച്ചുറൽ എബിലിറ്റി കൊണ്ട് ആമേ സ്തോത്രം, നിന്റെ സ്വയത്തെ നിനക്ക് വെളിപ്പെട്ട് കിട്ടുമ്പോൾ അതിനെ ത്യജിച്ച് കളഞ്ഞ് അവിടെ ക്രിസ്തുവിനെ റീപ്ലേസ് ചെയ്യുക. ഇങ്ങനെയാണ് ഒരു വിശ്വാസി ആത്മാവിൽ വളരുന്നത്. അതിനപ്പുറത്ത് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുള്ള അധികാരം. അപ്പൊ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റവരുടെ ക്രിസ്തുമായിട്ട് വ്യക്തിപരമായിട്ട് ഞാൻ ചെയ്യുന്ന നിയമമാണ് പുതിയ നിയമം. എന്നിൽ വസിപ്പാൻ പാപത്തെ, ലോകത്തെ, എന്റെ ജഡത്തെ, ഈ 3 ശത്രുക്കളെയും ഓവർകം ചെയ്യാൻ തക്കവണ്ണം എന്നിൽ വസിച്ചുകൊണ്ട് എന്റെ പ്രാണനെയും ആത്മാവിനെ യൂട്ടിലൈസ് ചെയ്ത് ഇവയെ ജയിക്കാൻ തക്കവണ്ണം എന്റെ പ്രാണനിൽ നൽകപ്പെടുന്ന ഇമോഷൻ, എന്റെ പ്രാണൻ നൽകപ്പെടുന്ന, എന്റെ ഇന്റലക്ട് നൽകപ്പെടുന്ന ആലോചനയ്ക്കനുസരിച്ച് ഡെവലപ്പ് ആകുന്ന ഇമോഷനെ യൂട്ടിലൈസ് ചെയ്ത് വിധിച്ചു തരുന്ന മനസ്സാക്ഷി വിധിച്ചു തരുമ്പോൾ അത് യൂട്ടിലൈസ് ചെയ്ത് അതിന് ഓരോ ആക്ഷനും ഓവർകം ചെയ്യുന്നതാണ് വിശ്വാസിയുടെ ജീവിതം. ഈ നിയമമാണ് പുതിയ നിയമം. എന്താ? ഞാനും ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിന് മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്ന ക്രിസ്തുവിനെ എന്റെ ഹൃദയത്തിൽ, അവിടെ സ്വർഗത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് സ്വർഗത്തിന് ഭൂമിയിൽ സകല അധികാരമുള്ളവരായി വാഴുന്നത് പോലെ എന്റെ ഹൃദയത്തിൽ വാഴുവാൻ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന സ്വതന്ത്ര മനസ്സിൽ ഞാൻ സ്വീകരിച്ച് അവനുമായിട്ടുള്ള ഉടമ്പടി, വ്യക്തിപരമായിട്ടുള്ള ഉടമ്പടിയാണ് പുതിയ നിയമം. ആരുമായിട്ടാ? ഉയർത്തെഴുന്നേറ്റവരെ ക്രിസ്തു യേശുവുമായിട്ട്. പെന്തിക്കോസ്ത് സഭയായിട്ടല്ല, ആസ്പീസി ആയിട്ടല്ല. ഇവിടെ കെ.സി. ജോൺ പറയുന്നു, അയ്യോ സോറി, റെവറൻഡ് കെ.സി. ജോൺ, റെവറൻഡ് പാസ്റ്റർ കെ.സി. ജോൺ പറഞ്ഞിരിക്കുന്ന IPCയുടെ വിശ്വാസം തന്നെയാണ് ഞാനും പുലർത്തുന്നത്. അവിടെ തെറ്റുപറ്റിയത്. ദൈവമക്കളെ സൂക്ഷിച്ചൊഴിയുക. ഇതാ ഞാൻ പറഞ്ഞ ഇന്റലക്റ്റിലേക്ക്, നമ്മുടെ ഇന്റലക്റ്റിലേക്ക് ഒരു
പുതിയ നോളജ് വരുമ്പോൾ ഒരു പുതിയ ഇമോഷൻ ഡെവലപ്പ് ആകും. ഇപ്പോൾ വളരെ പ്രസിദ്ധനായിരിക്കുന്ന കേരള സ്റ്റേറ്റിന്റെ ഹെഡായിരിക്കുന്ന KC ജോൺ, അല്ലേലി മാഗസിൻ, പ്രസിദ്ധമായ അല്ലേലി മാഗസിന്റെ ഓണർ ആയിരിക്കുന്ന അതിന്റെ ചീഫ് എഡിറ്റർ പറയും, നിങ്ങളാരാ, നിങ്ങൾക്ക് എത്ര പേരുണ്ട്, എത്ര സഭയെ സ്ഥാപിച്ചിട്ടുണ്ട്? കഴിഞ്ഞ ഒരു സീനിയർ പാസ്റ്റർ പറയുന്നതായിരുന്നു, ഒരു 500 സഭയിലും കൂടുതൽ ഉണ്ടെങ്കിൽ ഇത്ര ആൾക്കാർ നിങ്ങൾക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ഞാൻ ക്രിട്ടിസൈസ് ചെയ്യല്ല, ദൈവസഭയെ അടച്ചിരിക്കുന്ന നീരുറവയെ സംരക്ഷിക്കാൻ നോക്കിയാണ്. ആ ആഭരണം ഇവിടെ എന്താ പറഞ്ഞത്? സ്തോത്രം. ആഭരണം എന്ന് പറഞ്ഞത് യുയോമിയ സഭയിൽ നിന്നോ ബ്രദറിൻകാരിൽ നിന്ന് വന്നതാണ്. ബ്രദറിൻകാർക്കാര് ഒരു പേര് പറഞ്ഞിരുന്നു, യൂസ്തോസ് ജോസഫ്. യുയോമിയ സഭയിൽ നിന്ന്, മതത്തിൽ നിന്ന് വന്നതാണെന്ന്. നമുക്ക് വലിയൊരു അബദ്ധം പറ്റിപ്പോയെന്ന്. അയ്യോ, ഇത്ര വലിയ സെൻട്രൽ, റെവറൻഡ് പാസ്റ്റർ KC ജോൺ പറഞ്ഞ നിങ്ങളാരാ? പുതിയ ഇമോഷൻ കടന്നു വന്നു. ദൈവ പൈതലെ, വിശ്വാസിയെ, നിന്റെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തു നിന്നെ മേടിച്ചത്. നിങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാര്, എന്തുകൊണ്ട് നിങ്ങൾ ആഭരണം ഉപേക്ഷിച്ചത് ഒന്ന് ഹൃദയത്തിൽ ശോധന ചെയ്തിട്ട് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ വ്യക്തിപരമായ കമന്റുകളൊന്ന് എഴുതുക. എന്താണ്, എങ്ങനെ, എന്തുകൊണ്ടാണ് നിങ്ങൾ ആഭരണം ഉപേക്ഷിച്ചത്? ലീഗലിസം ആയിരുന്നോ? പെന്തിക്കോസ്തിന്റെ ഉപദേശമായിരുന്നോ? എങ്കിൽ അത് ലീഗലിസമാണ്. നിങ്ങൾ ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അല്ല, നിങ്ങൾ സ്വീകരിച്ച ക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രേരിതരായിട്ട് നിങ്ങൾ എന്നേക്കുമായിട്ട് റിനൗൺസ് ചെയ്താണോ? നിങ്ങളുടെ സെൽഫിന്റെ ഡിസൈർ റിനൗൺസ് ചെയ്തതാണോ? ക്രിസ്തുവിന്റെ ആത്മാവാണ് നിങ്ങൾക്ക് ആ പ്രേരണ നൽകിയത് എങ്കിൽ നിത്യജീവിലാണ്, നിങ്ങൾ ദൈവരാജ്യത്തിലാണ്. ഇതിനെതിരായിട്ടാണ് ഏദൻ തോട്ടത്തിൽ വന്ന പുള്ളികളെ പോലെ തന്നെ ചിലർ വന്ന് പറയുന്നത്, ഓ, ഇത് അബദ്ധം പറ്റിപ്പോയതാ. മറ്റേ ഇന്റർനാഷണൽ മേധാവി ഉണ്ടല്ലോ, റെവറൻഡ് പാസ്റ്റർ വത്സൽ, അയ്യോ അങ്ങനെ പറയാൻ പാടില്ല, സ്തോത്രം, ഒക്കെ റെവറൻഡുമാരാ. അമേരിക്ക പോയില്ലേ, ഇങ്ങോട്ട് പോയി ചില സ്ഥലങ്ങളുടെ പേരുകളാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. ഏഷ്യയിൽ ഇന്ത്യ, ചൈന, വിയറ്റ്നാം, ഫിലിപ്പൈൻസ്, ജാപ്പാൻ, മംഗോളിയ, മലേഷ്യ, സിംഗപ്പൂർ, ഇന്തോനേഷ്യ, മിഡിൽ ഈസ്റ്റ്, ഇസ്രായേൽ, ഖത്തർ, നോർത്ത് അമേരിക്കയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, കാലിഫോർണിയ, ഫ്ലോറിഡ ആൻഡ് കനഡ, യൂറോപ്പിൽ യുണൈറ്റഡ് കിങ്ഡം, ജർമ്മനി, റൊമാനിയ, ചെക്കോസ്ലോവാക്യ, നെതർലാൻഡ്സ്, സ്വിറ്റ്സർലൻഡ്, ആഫ്രിക്ക, സൗത്ത് ആഫ്രിക്ക, കെനിയ, നൈജീരിയ, സിംബാബ്വെ, ബോട്സ്വാന, ഗാന, ഓസ്ട്രേലിയയിൽ, ഓസ്ട്രേലിയ, പാപ്പുവ ന്യൂ ജനീവ. ഞാനിത് ഗൂഗിളിൽ നിന്ന് എടുത്താണ് കേട്ടോ, ഞാൻ പുറകെ നടന്നല്ല. ഇവിടെയൊക്കെ പോയപ്പോൾ ഈ ദേശാന്തര ശക്തികൾ എന്ന് പറഞ്ഞ സൂത്രമുണ്ട്. വാഴ്ചകൾ, അധികാരങ്ങൾ എന്ന് പറയും. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിൽ ശക്തിപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാ? വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിന്റെ അന്ധകാരത്തിന് അധിപതികളും സ്വർലോക ദുഷ്ടാത്മസേനയോടും പൊരുതുവാനാണ്, റെസ്ലിംഗ് ചെയ്യുവാനാ, കെട്ടിപ്പിടിക്കുവാനല്ല. അയ്യോ, ഇവിടെ അല്ലേലി മേസിന്റെ ചീഫ് എഡിറ്റർ മധ്യത്തിലിരിക്കുന്ന ഒരാള് ഒരു വാക്യം പറഞ്ഞു വരുന്നു, വേർപാട് ആരാടുന്നതോടാണെന്ന്. പാപത്തിൽ നിന്നാണോ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ അച്ചായന്മാർക്ക് വാക്യം പഠിക്കുക സൺഡേ സ്കൂളാണ് കേട്ടത്. പണ്ട് ഒരിക്കലും സഹോദരി പറഞ്ഞിരുന്നതിനോട്, ഈ അച്ചായന്മാർക്ക് ഒരു സൺഡേ സ്കൂൾ നടത്തണം പാസ്റ്റർ എന്ന്. സ്തോത്രം. അപ്പൊ ഒരു സൺഡേ സ്കൂളായിട്ട് കണക്ക് കൂട്ടിയാൽ മതി. പിന്നെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 37 തുടങ്ങിയാണല്ലോ സഭ ഞങ്ങൾ സഹോദരന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം ചോദിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരെ, സഹോദരന്മാരെ, പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്ക്, നിങ്ങളുടെ മക്കൾക്ക് നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരെ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവർ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ. അപ്പൊ വേർപാട് എവിടെയാ? പാപത്തെ കർത്താവ് ക്രൂശിൽ നള്ളിഫൈ ചെയ്തു. എങ്ങനെ? പാപത്തിന് പ്രായശ്ചിത്തമായി, പകരക്കാരനായി, ശിക്ഷ അനുഭവിച്ചു. ഡിവൈൻ ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷനായി ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ സൗജന്യമായി നീതീകരിക്കാൻ ദൈവം സ്വതന്ത്രനായി തീർന്നു. പാപത്തിന്റെ ചങ്ങല അവിടെ പൊട്ടി. വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടണം. ഇവിടെ വേർപാടെന്ന് പറയുന്നത്. അപ്പൊ ചീഫ് എഡിറ്റർ എഡിറ്റ് ചെയ്ത് പഠിച്ചു പറഞ്ഞപ്പോ വചനത്തിൽ കൂടി അങ്ങ് എഡിറ്റ് ചെയ്തു. അപ്പൊ വചനമൊക്കെ അറിയാം. ചോദിക്കുന്നത് പുതിയ നിയമത്തില് എവിടെയെങ്കിലും ആഭരണം ധരിക്കരുതെന്ന് വചനമുണ്ടോ എന്ന് ചോദിച്ച് എഡിറ്റ് ചെയ്ത് എഡിറ്ററുടെ ക്വാളിറ്റി അങ്ങ് വർദ്ധിച്ചു. ദൈവവചനത്തെ അങ്ങ് എഡിറ്റ് ചെയ്തു.
അപ്പോൾ പുതിയ നിയമത്തിലെ കാര്യം പറഞ്ഞില്ല. പുതിയ നിയമം ആരുമായിട്ടാ? നിന്നെ പാപത്തിന്റെ ദാസ്യത്തിൽ പിടിവെച്ച് പാപ പരിഹാരമായി നിനക്ക് പകരക്കാരനായി മരണമെന്ന ശിക്ഷേറ്റെടുത്ത് ഡിവൈൻ ജസ്റ്റിസ് സാക്ഷിഷ്വാഷം വരുത്തി മരിച്ചവരുടെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലും ഭൂമി സകല അധികാരമുള്ളവൻ ഉയർത്തെഴുന്നേറ്റ് മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നവനും നിന്നെ ചേർക്കാൻ ആകാശമേഖലയോട് വരുന്നവനുമായ മനുഷ്യപുത്രനുമായിട്ടാണ് നിനക്കൊരു എഗ്രിമെന്റ്, പുതിയ നിയമത്തിൽ ഉടമ്പടി. മനസ്സിലായ? മത്തായി സുവിശേഷം തുടങ്ങി വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ സകല വചനങ്ങളും ആധാരമാക്കി അതൊക്കെ സഭയ്ക്ക് ആവശ്യമായ ഉപദേശങ്ങൾ, പ്രബോധനങ്ങൾ, ശാസനകളൊക്കെയാണ്. അതൊക്കെ ആവശ്യം തന്നെ. പക്ഷെ നിന്റെ വ്യക്തിപരമായ ഉടമ്പടി, നീ ഹൃദയത്തിൽ വാഴുവാൻ, നീ വീണ്ടും ജനിച്ച ദൈവ പൈതലിനോട് സംബന്ധിച്ച കാര്യമാണ് പറയുന്നത്. ഈ 3 ശത്രുക്കളിൽ നിന്ന് രക്ഷ പ്രാപിക്കുമെന്നൊക്കെ വേണം. നിന്റെ ദൈനംദിന ജീവിതത്തില് നിനക്കുണ്ടാകുന്ന ഇമോഷൻസില് വരുന്ന റോങ്സ് ഇതടക്കം രക്ഷ പ്രാപിക്കാത്തൊക്കെ വേണോ. ക്രിസ്തുവിന്റെ ആത്മാവ് നിന്നിൽ വസിച്ച് നിന്റെ ഇന്റലക്റ്റിലേക്ക് തരുന്ന പ്രേരണയായി ഉളവാകുന്ന ഇമോഷനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പാപത്തെ ഓവർകം ചെയ്യണം. ഇതിനാണ് യേശു എന്ന റിലേഷൻ. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. ഇതൊരു പാപത്തിന്റെ ഒരു ടെംപ്ടേഷൻ ആണെന്ന് നോക്കണം. അയ്യോ, ഞങ്ങൾ ആഭരണം മൂരിയത് തെറ്റായോ? ഇത്തരം വ്യാജന്മാർ അന്ത്യകാലത്ത് വരുമെന്ന്, അങ്ങനെ നിങ്ങളുടെ ഇടയിൽ തന്നെ എഴുന്നേൽക്കുമെന്ന് അപ്പോസ്തലന്മാർ നേരത്തെ വിളിച്ചു പറഞ്ഞു. അന്ത്യകാലത്ത് ദുർഘട സഭയങ്ങൾ വരുമെന്ന് നേരത്തെ വിളിച്ചു പറഞ്ഞു. യേശു ക്രിസ്തു തന്നെ പറഞ്ഞു, ഞാൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? വിശ്വാസം എന്താ? അകത്തിരിക്കുന്നവനായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്രപരമായ വിശ്വാസം എന്ന ഇന്റലക്ച്വൽ വിശ്വാസമല്ല, ഇന്റലക്ച്വൽ ഫെയ്ത്ത് അല്ല നിന്നെ രക്ഷിക്കുന്നത്. ദ സേവിംഗ് ഫെയ്ത്ത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന്, അവനിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ഹോ, അവനെ കുറിച്ചുള്ള ചരിത്രപരമായ നോളജ് അല്ല, ഹി ഹിംസെൽഫ്. എത്രയോ ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യമായിരുന്നു ഇമോഷൻ ആണ്. ഇത് ഇമോഷനിലാണ് എല്ലാ 3 അച്ചായമാരും ഒരുമിച്ച് കൈയടിച്ച് ചിരിച്ച് പാസ്സാക്കിയതാണ്. എന്താ? ആഭരണ വർജനം എന്ന് പറഞ്ഞ് ഇമോഷനാൽ വന്നൊരു കാര്യമാണെന്ന്. യെസ്, ഞാൻ സ്ഥാപിക്കാൻ പോവാ. ഉയർത്തെഴുന്നേറ്റവിടെ കർത്താവിന് ഹൃദയത്തിൽ വാഴ സ്വീകരിച്ചപ്പോൾ അവൻ ഇന്റലക്റ്റിലേക്ക് കൊടുത്തൊരു ആലോചന അല്ലെങ്കിൽ ഒരു ഇമോഷൻ, ഒരു പരിജ്ഞാന പ്രകാരം അതിൽ നിന്ന് ഉളവായ ഇമോഷനാൽ എനിക്കിത് വേണ്ടേ വേണ്ട, ഇത് ലോകത്തിനുള്ളതാ. മിസ്രൈം ദേശത്ത് വെച്ചാണ് ചോരത്തലി ആചരിക്കാനും പെസഹ ആചരിക്കാനും കൽപ്പന കൊടുത്തത്. സ്തോത്രം. ചോരത്തലി ആചരിച്ച ജനം മിസ്രൈം ദേശത്ത് തന്നെ വസിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 1 തുടങ്ങിയുള്ള വാക്യങ്ങള് 7-ാം വാക്യം വരെയും അറുക്കപ്പെടാൻ പോകുന്ന പെസഹ കുഞ്ഞാടിനെ കുറിച്ചുള്ള വിവരണങ്ങളായിരുന്നപ്പോൾ 8-ാം വാക്യം തുടങ്ങി പറയുന്നത് ഭക്ഷിക്കുന്നവന്റെ ക്വാളിറ്റിയാണ്. സ്തോത്രം. ചോരത്തലി ആചരിച്ച മിസ്രൈം ദേശത്ത് ഇരിക്കുന്നേ, എന്നാൽ ചോരത്തലി ആചരിച്ച ജനം പാപലിയ ദാസ്യത്തിന്റെ അടിമത്വത്തിന്റെ നാടായിരിക്കുന്ന മിസ്രൈം ദേശം വിട്ടു പുറപ്പെട്ട് മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്ത് വാഗ്ദത്ത ദേശം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാൻ അവർക്ക് ആവശ്യമായ ബലം കിട്ടുന്നത് തീയിൽ ചുട്ടതായ അതേ പെസഹ കുഞ്ഞാടിന്റെ മാംസം പുളിപ്പില്ലാത്ത അപ്പത്തോടും കയ്പ് ചിരിയോടും കൂടെ തിന്ന് അവിടെയാണ് ഈ മന്ന ഭക്ഷിക്കുന്ന കാര്യം വരുന്നത്. പുതിയ നിയമത്തിലെ മന്ന ഇതാ, ഉയർത്തെന്നിട്ട് ക്രിസ്തുവിനെ ഭക്ഷിക്കുക. ഇതാണ് ഒരു പുളിപ്പ്. അപ്പൊ ഞാനിതിനെ പ്രസംഗിക്കുന്നത് അടച്ചിരിക്കുന്ന നീരുറവ. ദൈവസഭയുടെ ഉള്ളിലേക്ക് ഇത്തരം വ്യാജങ്ങൾ പുറമേ നിന്ന് വരുമ്പോൾ ശബ്ദമുയർത്തേണ്ടത് ദൈവദാസന്മാരുടെ ഉത്തരവാദിത്തമാണ്. ക്രിസ്തുവിന്റെ മണവാട്ടിയ സഭയെ ഉദ്ധരിക്കേണ്ടതും ഇതുപോലുള്ള വ്യാജങ്ങള് അകത്തു വരാതെ സൂക്ഷിക്കേണ്ടതും ദൈവദാസന്മാരുടെ ഉത്തരവാദിത്തമായതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ അധികാരത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. സ്തോത്രം. അപ്പൊ ഇമോഷൻ എവിടുന്ന് വന്നതാ? ബ്രദറിൽ നിന്ന് വന്നതല്ല. എന്താ? യുയോമയ സഭയിൽ നിന്ന് വന്നതല്ല. ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ കർത്താവായി സ്വീകരിച്ചപ്പോൾ അവൻ തന്ന നോളേജിനാൽ, അയ്യോ എനിക്ക് ലോകം വേണ്ട, ലോകത്തിലുള്ളതൊന്നും വേണ്ട, എനിക്ക് എന്റെ പിതാവ്, സ്തോത്രം, എന്റെ ശരീരം പ്രാണൻ ആത്മാവിന് ആവശ്യമുള്ളത് എന്റെ പിതാവ് എനിക്ക് നൽകും, അതും മതി. ഹല്ലേലൂയ. അപ്പൊ ഇവര് പറഞ്ഞു ഇതുകൊണ്ട് സഭയ്ക്ക് താള് വരുന്നു കുറച്ചു. എന്നാൽ മദ്യപാനം, ഡ്രങ്കേഴ്സ് എന്ന വേർഡാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കിയില്ല.
അത് ഡ്രങ്കേഴ്സ് അല്ല. ഞാൻ ഈ ദുബായിലായിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ വ്യാജമായിട്ടൊരു ഒരു സ്നാനപ്പെട്ടവൻ്റെ പിന്നെ വളരെ ശക്തമായിട്ട് ബാധിച്ചു. പക്ഷെ എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല, എനിക്ക് ഇംഗ്ലീഷ് അറിയാം. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഡ്രങ്കേഴ്സ് എന്നാണ്. അത് അടിച്ച് പൂസാക്കി തല കിറങ്ങി വല്ല സ്ട്രീറ്റിലും കിടക്കുന്നത്, വല്ലപ്പോഴും അല്പം കുടിക്കുന്ന ഒന്നാനല്ല. അപ്പൊ അതുകൂടിയൊക്കെ മാറ്റിയായിരുന്നെങ്കിൽ അയ്യോ കള്ളക്കുടിയന്മാരെയും കൂടെ ആക്കാൻ മേലായിരുന്നോ PC-ക്കകത്ത്? വചനത്തിൽ എവിടെയെങ്കിലും പുതിയ നിയമത്തിനോട് ചോദിക്കുക, പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും മദ്യം കുടിക്കരുതെന്ന് സ്പെസിഫിക് ആയിട്ട് എഴുതിയിട്ടുണ്ടോ? ആ പുതിയ നിയമത്തിൽ വേറെ എവിടെയെങ്കിലും സഭയ്ക്കകത്തൊരു പ്രശ്നമുണ്ടായാൽ ജാതിയായിരിക്കുന്ന ജഡ്ജിന്റെ അടുത്ത് വക്കീലിന്റെ അടുത്ത് കേസ് കൊടുക്കാൻ പോവാൻ എന്ന് എഴുതിയിട്ടുണ്ടോ? അതിന്റെ പാസ് നീ ഇപ്പൊ ആപരത്തിന്റെ കാര്യമല്ല പറഞ്ഞ ഞങ്ങളോട് ഇതൊക്കെ ഇത് ചോദിക്കുന്നത്. എന്താ സെൻട്രലിന്റെ ഒരു സ്റ്റേറ്റും അതുപോലെ ഇന്റർനാഷണൽ വേറൊരു സ്റ്റേറ്റും സഭയ്ക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പുതിയ നിയമത്തില് കർത്താവ് പറഞ്ഞിരിക്കുന്നത് വലിയവനാകാൻ ഉച്ചിക്കുന്നവരൊക്കെയും അയ്യോ അരക്ക് ചുറ്റി അയ്യോ അങ്ങനെ ഞങ്ങളോട് പറയില്ലേ, ഞങ്ങളിരിക്കുന്ന സ്വയം അയ്യോ പറയില്ലേ സോഫ. ഇതൊക്കെ നിങ്ങൾ വിധിക്കുന്നതാ, ഞങ്ങൾക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങളാണ്. ഹല്ലേലൂയ. കുമ്പനാടും അതിന്റെ പരിസര പ്രദേശങ്ങളും പത്തനംതിട്ട ജില്ല പ്രത്യേകിച്ച് ദൈവം തെരഞ്ഞെടുത്ത്, എൻ്റെ വൈഫ് ആ പത്തനംതിട്ടക്കാരിയാ, പറയാറുണ്ട് ഇവിടെ വടശ്ശേരിക്കരയിൽ നിന്ന് നദി വഴിക്ക് വല്ല ബോട്ടും കെട്ടി കപ്പയും ചേമ്പൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് വരും. അത് കാത്തിരിക്കുമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന്. കപ്പയും ചേമ്പും വരുന്നത് അത് തിന്നരുന്ന ദേശം ഇപ്പോ KFC-യും അമേരിക്കനെ തിന്നുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ, യാതൊരു ദോഷമില്ല. ആ പുതിയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട് അത് തിന്നരുതെന്ന്. അയ്യോ മദ്യപാനം വ്യഭിചാരം എഴുതിയിട്ടുണ്ട്. അപ്പൊ സിഗരറ്റ് വലിക്കരുത്, മുറിവീടി വലിക്കരുതെന്ന് എഴുതിയിട്ടുണ്ട് അച്ചായ. അപ്പൊ അതുകൂടി അങ്ങ് അനുവദിച്ച് കുറച്ചാൾ കൂടി ചേർക്കാൻ മേലായിരുന്നോ? ബംഗാളികൾ സാധനം അടിക്കും, ഇങ്ങനെ തമ്പാക്കു പറഞ്ഞു, ഇപ്പൊ മലയാളം ഉപയോഗിക്കാൻ തുടങ്ങി. അത് എഴുതിയിട്ടുണ്ടോ? അപ്പൊ അവരും കൂടി ചേർക്കാം. അപ്പൊ IPC ഇപ്പൊ ബില്യൺസ് ഓഫ് ബില്യൺസ് ആകട്ടെ. ഒന്ന് ചിരിച്ചേ. അച്ചായന്മാരുടെ ചിരി കണ്ടിരുന്നോ? പരിഹാസിയുടെ ഇരിപ്പടുത്ത് ഇരിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്ന 1-ാം സങ്കീർത്തനം. ദൈവവചനത്തിനെതിരായിട്ട് സംസാരിച്ചിട്ട് അച്ചായന്മാർ എന്ത് ചിരിയാന്നറിയാം. അല്ലേലി അച്ഛൻ്റെ ചിരി കേട്ടിരുന്നോ? നാളെ അല്ലേലി മാക്സിൽ കോട്ട് ചെയ്ത് വരട്ടെ. സ്തോത്രം. പണ്ടൊരു ദേവദാസൻ സ്പെസിഫിക് ആയിട്ട് പേരെടുത്ത് പറഞ്ഞിരുന്നു. 14-ാം വാക്യം തുടങ്ങി, ദുഷ്ടന്മാരുടെ പാതയിൽ ചെല്ലരുത്, ദുർജനത്തിന്റെ വഴി. അയ്യോ അത് പുതിയ നിയമത്തിൽ നല്ലല്ലോ, പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ. ദുഷ്ടന്മാരുടെ പാതയിൽ നീ ചെല്ലരുത്, ദുർജനത്തിന്റെ വഴി നടക്കുകയും വരുത്, അതിനോട് അകന്നു നിൽക്ക, അത് നടക്കരുത്, അത് വിട്ടുമാറി കടന്നു പോകുക. അപ്പൊ സദൃശ്യവാക്യങ്ങൾ തന്നെ എബ്രാലയത്തിനൊരു വാക്യം കോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അച്ഛന്മാരൊന്ന് കേൾക്കട്ടെ. അവർ ദോഷം ചെയ്തിട്ടല്ലാതെ ഉറങ്ങുകയില്ല, വല്ലവനെയും വീഴിച്ചിട്ടല്ലാതെ അവർക്ക് ഉറക്കം വരികയില്ല. ഇതാണ് ഇതിന്റെ ബാക്കിൽ കളിക്കുന്ന കളി. ഇതാ, വല്ലവരെയും വീഴിച്ചിട്ടല്ലാതെ ഉറക്കം വരികയില്ല. ഇതാ ഇവര് പ്രവർത്തിക്കുന്ന സ്പിരിറ്റിന്റെ മറ്റൊരു സ്വഭാവം. വീണവൻ, ഞാൻ കുറെ ആൾക്കാരെ കുറിച്ച് പറഞ്ഞല്ലോ, അടൂരുകാരൻ, പിറവങ്കാരൻ, ഇവിടെ കൊട്ടാരക്കരക്കാരൻ്റെ ഒക്കെയും ഇതിൻ്റെയൊക്കെ പുറകിൽ പ്രവർത്തിക്കുന്ന മോട്ടിവേഷൻ ഇതാണ്. വല്ലവനെയും വീഴിച്ചിട്ടല്ലാതെ അവർക്ക് ഉറക്കം വരികയില്ല. അവർ മാനസാന്തരപ്പെടത്തക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ കൺവിക്റ്റ് ചെയ്തത് അവർക്ക് കേൾക്കാൻ പറ്റാതെ അവരുടെ ഹൃദയം തയമ്പിച്ചുപോയി. മനസാക്ഷിക്ക് ആലോചന കൊടുത്തിട്ട് അവരെ മോഹം നിവർത്തിച്ച് ഈ മനസാക്ഷിയെ വജ്രം കൊണ്ട് അടിച്ചെഴുത്താലും തന്നെ അനങ്ങയില്ല. സ്തോത്രം, സ്തോത്രം. ഇനി കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് സമയം ദീർഘിച്ചു പോകും. ഹല്ലേലൂയ. അത്യാവശ്യ കാര്യം 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞതോ. പുതിയ നിയമം എന്താണ്? ഓരോ വിശ്വാസി മനസ്സിലാക്കുക. നിങ്ങൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളും വ്യക്തിപരമായിട്ട് നിങ്ങളും ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിനെ, സ്വർഗത്തിലും ഭൂമിയും സകല അധികാരമുള്ളവനായ നിന്നെ ക്രിസ്തുവിനെ നിന്റെ കർത്താവായി ഹൃദയത്തിൽ വാഴവസിച്ച ഒരു ഇമോഷൻ അല്ല, ഒരു ലീഗലിസം അല്ല. നിന്നെ മുന്നോട്ട് നയിക്കുവാൻ മാസ്റ്റർ കൺട്രോളറായി നിന്നെ നിന്റെ വ്യക്തിപരമായ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ നിനക്ക് തന്നിരിക്കുന്ന ഫ്രീ വിൽ നീ സ്വീകരിച്ച് നിന്റെ ഹൃദയത്തിൽ ലഭിക്കുന്നതായിട്ടുള്ള
ഇൻറ്റ്യൂഷൻസ്, പ്രേരണകളെ ആസ്പദമാക്കി നിന്നെ നിത്യതയോളം നടത്തി, അത് നടത്തുന്നിടയ്ക്ക് തന്നെ പോലെ തന്നോട് സദൃശ്യന്മാരാക്കി രൂപാന്തരപ്പെടുത്തി ദൈവസന്നിധിയിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം. അതിനാണ് നിന്നെ വിളിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. അതില്ലാത്തവർക്ക് സംഭവിക്കാൻ പോകുന്ന ഇത് ഈ ചിത്രത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാം. ജഡത്തെ അനുസരിച്ച് നടക്കുന്നവൻ മരിക്കും നിശ്ചയം, അവൻ പോകുന്ന സ്ഥലമാണ് താഴോട്ട് കത്തുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തെ ആധാരമാക്കിക്കൊണ്ട് ഉണ്ടാക്കിയ ചെറിയൊരു സ്ലൈഡാണിത്. സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവർക്ക് പോകുന്നൊരു സ്ഥലമാണ്. ഇപ്പൊ പറുദീസ അവിടെയല്ല, സ്വർഗീയ പറുദീസയാണ്. എന്നാൽ ദുഷ്ടന്മാരുടെ പ്രാണനും ആത്മാവും പോകുന്ന സ്ഥലം ഈ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ജഡ്ജ്മെന്റ് സീറ്റിന് മുമ്പിൽ 20-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ജഡ്ജ്മെന്റ് സീറ്റിന് മുമ്പിൽ ഒന്ന് വെളിപ്പെടും. അതിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാനാണ് ഇത്തരം പ്രേരണകൾ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ അതിൽ നിന്ന് ഉളവാകുന്ന ഇമോഷൻ. ഇട്ടാലെന്താ കൽപ്പന തന്നിട്ടുണ്ടോ? പുതിയ നിയമത്തിൽ കൽപ്പനയുണ്ടോ? ഇത് ബ്രദറിൻ കാര്യത്ത് വന്നതല്ലേ? എന്താ പറഞ്ഞ് യൂസഫ് ജോസഫ് കൊണ്ടുവന്നല്ലേ? എന്നാൽ പുതിയ നിയമത്തിലുണ്ടോ? ഞാൻ വീണ്ടും പറയുന്നു, നീ ജഡത്തെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ഒരൊറ്റ വാക്യത്തിൽ കൺക്ലൂഡ് ചെയ്യാണ്. എന്നാൽ ആത്മാവിനാൽ നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ, ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ ഡേ ബൈ ഡേ, ആക്ഷൻ ബൈ ആക്ഷൻ, ഇതാ കുറച്ച് വില കൊടുക്കേണ്ടി വരുന്നത്. ക്രൂസിഫൈങ് ഡെയിലി, ദിവസേന മരിക്കൂ എന്ന് പോൾ പറഞ്ഞത്. ഇവരൊക്കെ മരിച്ചു കഴിഞ്ഞു. പിന്നെ വല്ലവനും വീഴിക്കത്തക്കവണ്ണം ഇങ്ങനെയുള്ള വീടുകൾ ഇറക്കുന്നതാ. ഞങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കെട്ടിയടച്ചിരിക്കുന്ന തോട്ടത്തിനകത്ത്, അടച്ചിരിക്കുന്ന നീരുറവയ്ക്കകത്ത് ഈ എക്സ്റ്റേണൽ സ്ട്രീമുകളൊക്കെ വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാ. സ്റ്റിൽ യു ഹാവ് ദ ഫ്രീഡം, യു ഹാവ് ദ ഫ്രീ വിൽ. നന്മത്തിന്മകളെയും ജീവനെ മരണത്തെ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. നിങ്ങളുടെ അകത്ത് വരുന്ന ഇമോഷൻ ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയും. ഈ ഉപദേശം ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങളുടെ ഇരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടെങ്കിൽ, വീണ്ടും ചേട്ടൻ പ്രാപിച്ചവരാണെങ്കിൽ മനസ്സിലാക്കി തരും. സ്വീകരിക്കാനോ റിജക്റ്റ് ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ഇത് ക്രിസ്തുവിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ വെളിപ്പെടും. നിങ്ങൾ എന്തുകൊണ്ട് സ്വീകരിച്ചു, എന്തുകൊണ്ട് റിജക്റ്റ് ചെയ്തു, അതിനനുസരിച്ചായിരിക്കും ന്യായവിധി. ഹല്ലേലൂയ. അവിടെ പോകുന്ന കാര്യമാണ് ഒന്നുകൂടി ഓർപ്പിച്ചത്. സ്തോത്രം. അതുകൊണ്ട് ദൈവഭക്തിയോടെ വീണവർ മറ്റൊരു വീഴ്ച അത് ഉറങ്ങിയില്ലെന്ന് രക്ഷ പ്രാപിക്കത്തക്കാണ്. കർത്താവേ, നിന്റെ ശരീരമാണ് സഭയുടെ ഒരു ചെറിയ അവയവമാണ് ഞാൻ, ആരും അറിയേണ്ട. പക്ഷെ ഇതിനകത്ത് കർത്താവ് എക്സ്റ്റേണൽ സ്ട്രീം വേണ്ട, ഈ ലോകത്തിന്റെ ജ്ഞാനമാകുന്ന സ്ട്രീം വേണ്ട, ദുഷ്ടന്റെ സ്ട്രീം വേണ്ട, വാഴ്ചകളെയും അധികാരങ്ങളുടെ സ്ട്രീം വേണ്ട, സേറ്റാനിക് കിങ്ഡത്തിന്റെ സ്ട്രീം വേണ്ട. കർത്താവ് എനിക്ക് വേണ്ടി പ്രാണത്യാഗമായി തീർന്നു. എൻ്റെ മരണത്തിന് പകരക്കാരനായി ദൈവനീതിക്ക് തൃപ്തി വരുത്തി ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്ത് സ്വർഗത്തിൽ ഭൂമി സകല അധികാരമുള്ളവനായി ആമേൻ. സ്തോത്രം. ആകാശമേഘങ്ങളോട് എനിക്ക് വേണ്ടി എന്നെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം, നിന്നോടുകൂടെ ചേർക്കുവാൻ തക്കവണ്ണം വരുന്നവനായ മനുഷ്യപുത്രനോട് ഞാൻ ഒന്നായിരിക്കുന്നതാ. നീ എന്നെ നിയന്ത്രിച്ചാട്ടിരുന്ന പ്രാർത്ഥനയോട് നമുക്ക് എഴുതാം. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ പ്രത്യേകിച്ച് സഹോദരന്മാരായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഓരോ കാര്യം ഉപേക്ഷിച്ചത്? ലീഗലിസം ആയിരുന്നോ? മൊറാലിറ്റി ആയിരുന്നോ? ഇത് ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് ആരെങ്കിലും നിർബന്ധിച്ചത് കൊണ്ടാണോ? പ്ലീസ് റിപ്പന്റ്. ഉയർത്തെന്നിട്ട് അവനെ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് അവനുമായിട്ടാണ് പുതിയ നിയമത്തിന്റെ ഉടമ്പടി. പേഴ്സണലി, യു പേഴ്സണലി വിത്ത് ക്രൈസ്റ്റ് ജീസസ് ക്രൈസ്റ്റ് ദ റിസറക്റ്റഡ് വൺ. അവനെ ഹൃദയത്തിൽ സ്വീകരിച്ച് അവനുമായിട്ടുള്ള ഉടമ്പടി. അവിടെ പറയാണ്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ, ക്രിസ്തുവിന്റെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ ശരീരത്തിലെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ ജീവിക്കും. ഇതാ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനം. മറ്റെല്ലാം കൂടെ ഇതിനകത്ത് കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദൈവമേ, കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ.